പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ഉള്ളത് ഇത് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഇത് പഠിച്ചിറങ്ങുമ്പോഴേക്കും ജോലി ഉണ്ടാവുമോ? ധൈര്യമായിട്ട് പറയാം, ഇവൻറ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ജോലി ഒരിക്കലും അടുത്ത കാലത്തൊന്നും എഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി. ഇതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു കടലാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പലതരത്തിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എല്ലാവരും ഹോസ്പിറ്റാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് സംവിധാനം നമ്മുടെ നാട്ടിലില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഫസ്റ്റ് എവർ എപ്പിസോഡ് ഓഫ് ഡ്രീം മർച്ചൻറ്റ് വിത്ത് മീഡിയപീഡിയ. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് രംഗത്തെ നിറസാന്നിധ്യമായ ദിഷൻ അമ്മാനത്താണ്. ഹായ് ദിഷൻ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. എന്താണ് നിങ്ങൾ, അല്ലെങ്കിൽ ആരാണ് നിങ്ങൾ? ഏതോ ഒരു മുദ്രാവാക്യത്തിൽ പറഞ്ഞ പോലെ ആരാ നിങ്ങളുടെ നേതാവ്, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ചോദിച്ച പോലെ എന്താണ് നിങ്ങളുടെ പരിപാടി ശരിക്കും? എൻ്റെ പേര് ദിഷൻ അമ്മാനത്ത്. ശരിക്കും ഉള്ള പേരെന്ന് പറഞ്ഞാൽ ദിഷൻ ചന്ദ്രൻ അമ്മാനത്ത് എന്നാണ് പേര്. ഞാൻ ബൈ പ്രൊഫഷൻ ഇവൻറ്റ് മാനേജറാണ്. അതിനേക്കാൾ കൂടുതൽ ഇവൻറ്റ് കൺസൾട്ടൻ്റ് ആണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു. അതിന് മുൻപ് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഒരു കമ്പനിയിൽ, ഗ്ലാക്സോ എന്ന് പറഞ്ഞ കമ്പനിയിൽ. അതിന് മുന്നേ ഒരു 2 വർഷം ബാങ്കിങ് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. ICICI ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവായിട്ടും ടീം ലീഡറായിട്ടും യൂണിറ്റ് മാനേജറായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി എനിക്ക് 20 വർഷത്തെ എക്സ്പോഷർ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ദക്ഷ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. പാരലലി വേർട്ടിക്കൽ ബിസിനസ്സായിട്ട് മേക്ക് മൈ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഡെക്കോ സ്റ്റോറുകൾ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ ചെറിയ സംവിധാനത്തിൻ്റെ ഉടമയാണ്. റീസെൻ്റ്ലി IEMK എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ആദ്യത്തെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കോഴ്സ് കൊടുക്കുന്ന, ഗവൺമെൻറ് അംഗീകൃത കോഴ്സ് കൊടുക്കുന്ന സ്ഥാപനം നമ്മൾ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെയാണ് ദിഷൻ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ മുദ്രാവാക്യത്തിൽ പറയാൻ പറ്റുന്ന കാര്യം. ഇതാണ് എൻ്റെ പരിപാടികൾ. അതെ. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ ഈ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരിക്കലും അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ജേണിയുടെ അവസാനം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇങ്ങനെ തിരിച്ച് സൊസൈറ്റിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം സർവീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഇവൻറ്റിനെ കുറച്ചും കൂടിയും, അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം ആളുകളുടെ കാഴ്ചപ്പാട് ഇവൻറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ ഡെക്കറേഷൻകാരനാണ്, അല്ലെങ്കിൽ പന്തൽ പണിയുന്ന ഒരാളാണ്. അവരൊരിക്കലും കുറച്ച് പറയുന്നതല്ല. തീർച്ചയായിട്ടും എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. പക്ഷേ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് സ്ക്രാച്ചിൽ നിന്ന് ഒരു പ്രൊജക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ വിജയം, സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നതിലേക്ക് വരുന്ന സമയത്താണ് ഒരു പ്രോപ്പർ ഇവൻറ്റ് മാനേജറുടെ റോള് വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതും, അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും, അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ പ്രാക്ടിക്കലി നമുക്ക് അതിനെ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാമെന്നും ഈ വക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടോ ഇല്ല. ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഇവൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം, അതിന് മാത്രം എല്ലാവരും ഹോസ്പിറ്റാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് സംവിധാനം നമ്മുടെ നാട്ടിൽ. ആ ഒരു ചോദ്യത്തിലേക്കാണ് ശരിക്കും, ഇവൻറ്റ് ചെയ്താൽ പോരെ, അതല്ലേ കൂടുതൽ പൈസ കിട്ടുന്നത്, പിന്നെ എന്തിനെങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്? അപ്പോൾ എന്താണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് എൻ്റെ അച്ഛനും അമ്മയും ടീച്ചറാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ടീച്ചറാണ്. ഫാമിലി പരമായിട്ട് എല്ലാവരും ടീച്ചിങ് ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളതല്ല. അതിനേക്കാളുപരി
ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിലേക്ക് ആകർഷണമായിട്ട് വരുന്നത് സത്യത്തിൽ എൻ്റെ ഇവൻറ്റിലേക്കുള്ള ഒരു കടന്ന് വരവ് എന്ന് പറയുന്നത് ഞാനൊരു ബേസിക്കലി ഒരു MBA കഴിഞ്ഞ ആളായിരുന്നു. ഒരു 4 വർഷത്തിനടുത്ത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. GlaxoSmithKline എന്ന് പറഞ്ഞ കമ്പനിയിൽ GSKയിൽ ഞാൻ കോട്ടയത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് വളരെ ആകസ്മികമായിട്ട് ഒരു സ്റ്റേറ്റ് കോൺഫറൻസ്, സർജൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ്, കോട്ടയത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വാസ്കുലർ സർജൻ ഡോക്ടർ ബിന്നി ജോൺ, അദ്ദേഹം നമ്മൾ ഒരുപാട് ഇപ്പോൾ മെഡിക്കൽ റെപ്പായിട്ടുള്ള ഒരാൾ എല്ലാ ദിവസവും ഇത്ര നമ്പേഴ്സ് ഡോക്ടേഴ്സിനെ കാണണം എന്നൊക്കെ ഉണ്ട്, അവരുടെ ഡെയിലി റിപ്പോർട്ടിംഗ് ഉണ്ട്, അങ്ങനെ കുറേ. ഇപ്പോൾ ഞാൻ ഒരു 4 വർഷം അങ്ങനെ ഒരു ഇതിൽ നിന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഗ്ലാക്സോയുടെ PACC എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിക്കൽ കെയർ ഡിവിഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഡോക്ടറെ കാണുന്നു. അപ്പോൾ മറ്റുള്ള ആളുകളുടെ പോലെ ഞാൻ ദിവസവും ഡോക്ടേഴ്സിനെ പോയി കാണുന്ന സംവിധാനത്തിൽ നിന്ന് വിഭിന്നമായിട്ട് എല്ലാ കമ്പനീസിനും ഒരു ഫണ്ട് ഇവൻ്റ് ചെയ്യാനുണ്ട്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ CME പ്രോഗ്രാംസ് ചെയ്യാനുണ്ട്. അതിപ്പോൾ ഏത് പ്രൊഫഷനിലും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഗെറ്റ് ടുഗദേഴ്സ് നടത്താനായിട്ട്, ഡീലേഴ്സ് മീറ്റ് നടത്താനായിട്ട്, അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ, കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ ഉണ്ടാവും. സോ നമ്മുടെ കമ്പനിക്കുള്ള ആ ഒരു ഫണ്ട് എന്തുകൊണ്ടോ കേരളത്തിൽ മറ്റുള്ള ആളുകളൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല. അവരെന്തോ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് ഈ ഒരു CME പ്രോഗ്രാം നടത്തുക എന്ന് വെച്ച് നിൽക്കുന്ന സമയത്ത് ഞാനൊരു മാസം ആവറേജ് ഒരു 4 അല്ലെങ്കിൽ 5 പരിപാടിയൊക്കെ നടത്തും. എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ് ജോബ് അതാ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒരു സ്ഥലത്ത് പോയി ഒരു 5 സ്റ്റാർ ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നു, അവിടെ പോയിട്ടൊരു 20 ഡോക്ടേഴ്സിന് വേണ്ടി പ്രോഗ്രാം. കുറച്ചുകൂടെ ബെറ്റർ നെറ്റ്വർക്കിംഗ്, ഭയങ്കരമായിട്ട് നെറ്റ്വർക്കിംഗ് പോസിബിലിറ്റി ഉണ്ട്. അവിടെ CME പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവരൊക്കെ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ്, അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം, അത് ഞാൻ ചെയ്ത് കണ്ട് ഈ ഡോക്ടർ ഒരു 2 വർഷത്തിന് ശേഷമാണ് സത്യത്തിൽ എന്നോട് പറയുന്നത്, എടാ സ്റ്റേറ്റ് കോൺഫറൻസ് വരുന്നുണ്ട്, ഞാൻ പിടിച്ചു, അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ലൈക്ക് അയ്യോ ഇത് സാർ എന്താ ഉദ്ദേശിച്ച്, നീ ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞു സാർ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. പക്ഷേ അതാണ് വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റിലേക്ക് എൻ്റെ തുടക്കം. ഞാൻ അത് കഴിഞ്ഞ് ഒരു 6 മാസത്തിനടുത്ത് മാത്രമാണ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം അപ്പോഴേക്കും ആ ഒരു ഇവൻറ്റ് കഴിയുകയും വളരെ ഗംഭീരമായിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടുകയും അവരുടെ അടുത്ത കൊല്ലവും അതിനടുത്ത കൊല്ലവും ഞാൻ അവരുടെ ചെയ്യേണ്ടായി. ഇതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു കടലാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പലതരത്തിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ശരിക്കുമില്ല. എന്തുകൊണ്ടോ കേരളത്തിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന രീതിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമില്ല. ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടില്ല. കേരളത്തിന് പുറത്ത് ഒരുപാട്, കേരളത്തിന് പുറത്ത് ഒരുവിധം എല്ലാ മെട്രോസിലും ശരിക്കും ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കേരളത്തിൽ. കൺസെപ്റ്റ് ആക്ച്വലി യുണീക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, കാരണം ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ അതെ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയിൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു കോഴ്സ് കൊടുക്കുന്ന, വളരെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കോഴ്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ശരിക്കും അത് ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു എബ്രോഡൊക്കെ പല ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്. സ്പോർട്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ കേരളത്തിൽ അതൊരു വൺ ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് കൈൻഡ് എന്ന് വേണമെങ്കിലല്ല, അതാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ആദ്യത്തെ സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഇവൻറ്റ് മാനേജർ കോഴ്സ് തന്നെയാണ്. ഇൻ്റർനാഷണലി എല്ലാവർക്കും അറിയുമായിരിക്കും. ലൈക്ക് CMP എന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്നതാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വാല്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉള്ളത്. അത് ഈ പേരിൽ നമ്മുടെ നാട്ടിലാണ് ഈ പറഞ്ഞ മാതിരി ആർ യു എ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമയാണോ PG ഡിപ്ലോമയാണോ, ഈ ഡിപ്ലോമ മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല അല്ലേ. നമുക്ക് കിട്ടുന്നത് സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെങ്കിലും നമ്മൾ ആ കോഴ്സ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ത് കിട്ടി. കാരണം ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കോച്ചിങ് എടുക്കാൻ പോകുന്ന പിള്ളേർ, തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ അവർ നാളെ ഓൺട്രപ്രണേഴ്സായിട്ട് വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കണം, അതുമല്ലെങ്കിൽ മറ്റുള്ള ലീഡിംഗ് ആയിട്ടുള്ള കമ്പനീസിൽ ലീഡിംഗ് റോളിൽ നിൽക്കാൻ പറ്റുന്ന ആളുകളെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ആഗ്രഹം. പലപ്പോഴും പല ഇവൻറ്റ്സും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ ഫ്രണ്ട് ലൈൻ ഈസ് വെൽ സ്ട്രക്ചേർഡ്, പക്ഷേ അതിൻ്റെ പുറകിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത്രയും വെൽ സ്ട്രക്ചേർഡ് അല്ല. അത് ടോപ്പ് ലൈൻ മാനേജ്മെൻറ്റ് ഓക്കെ, അവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ബാക്ക് ലെയറിലേക്ക് നോക്കുമ്പോൾ
ഒട്ടുമല്ല. ചിലപ്പോൾ ഒട്ടും ടെക്നിക്കലി സൗണ്ട് അല്ലാത്ത ആളുകളായിരിക്കും പലപ്പോഴും അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു കോഴ്സിന് ഭയങ്കര പ്രസക്തിയുണ്ട്. അപ്പോൾ എന്തുമാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് നിങ്ങളിവിടെ ഈ ഒരു കോഴ്സുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യം അരുൺ പറഞ്ഞ ആ ഒരു പോയിന്റ്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് തീർച്ചയായിട്ടും ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ദാരിദ്ര്യം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഇവൻ്റ് ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. കേരളത്തിൽ നിന്നല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം കൂടി അവരോട് പറയാം. ലൈക്ക് ഇന്ത്യയിൽ ഡയറക്റ്റ്ലി 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി. 40 ലക്ഷത്തിലധികം ആളുകൾ ഇൻഡയറക്റ്റായിട്ട് ഈ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. വിശ്വസിക്കാൻ സാധിക്കുമോ അത്ര ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ഒരു ഇൻഡസ്ട്രിയാണെന്ന്? അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ ഒരു ഡിസൈനിങ്ങിൽ ആക്ച്വലി നമുക്ക് ഇത് നമ്മൾ റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ദക്ഷ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് ആണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ IMK എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടക്കം കുറിക്കുന്നത് എങ്കിലും നമുക്ക് ഇതിൻ്റെ സിലബസിൽ റോളില്ല. ബിക്കോസ് നാഷണലി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് മീഡിയ എൻ്റർടൈൻമെൻറ്റ് സ്കിൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിന് നാഷണൽ ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അവർ തരുന്ന അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് NSDCയുടെ അണ്ടറിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ നാഷണലി യൂസ് ചെയ്യുന്ന സിലബസാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതിന് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഗ്രേഡ് 5 കാറ്റഗറൈസേഷനുള്ള ഒരു കോഴ്സാണ്. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. സ്കിൽ മന്ത്രാലയത്തിൻ്റെ അംഗീകൃതമായിട്ടുള്ള ഒരു കോഴ്സാണ്. ദിഷൻ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പല ഇവൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ എനിക്ക് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലി പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ് എന്നെ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എനിക്കെന്നല്ല, ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ കേരളത്തിൽ IMAC എന്ന് പറഞ്ഞിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള നല്ലൊരു ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. സോ ഈ നമ്മളെ അസോസിയേഷൻ മീറ്റിംഗ്സിലൊക്കെ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഇവൻറ്റ് ഫെർട്ടിലിറ്റിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ഷെയർ ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയൊരാൾ വന്നാൽ അവരുടെ പിന്നിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓൾമോസ്റ്റ് 3 മാസമൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ടി അവർക്കൊരു ഹണിമൂൺ പീരീഡ് പോലെ നമ്മൾ അവരെ ഗ്രൂം ചെയ്തെടുക്കേണ്ട ഒരു സമയം. ഈ ഗ്യാപ്പ് തന്നെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കേരള എന്ന് പറയുന്ന IMKയിലൂടെ സ്പെഷ്യലൈസ്ഡ് നോളജ് പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി എന്നാണ് നമ്മുടെ ടാഗ് ലൈൻ. അപ്പോൾ ശരിക്കും ഈ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് തന്നെ ശരിക്കും വേണം. ആ നോളജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഇവൻറ്റിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ അസിസ്റ്റ് നമ്മുടെ കമ്പനിയുടെ ഒപ്പം അവർക്ക് വേണമെങ്കിൽ ചലിക്കാം. ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ്, അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഒരു ഇന്റേൺഷിപ്പ് പോലെയോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് അല്ല. ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് വരുന്നത് ഒരു ദിവസം 3 മണിക്കൂർ ആണ് നമ്മുടെ ക്ലാസ് അവേഴ്സ് വരുന്നത്. അതെ, ക്ലാസ് ടൈം വരുന്നത്. അത് 9 മാസം നീണ്ടു നിൽക്കുന്ന 3 മണിക്കൂർ വീതം 9 മാസത്തിനടുത്ത് നീണ്ടു നിൽക്കുന്നത് 600 മണിക്കൂറാണ് ശരിക്കും പറഞ്ഞാൽ കോഴ്സിൻ്റെ കംപ്ലീഷൻ പീരീഡ് വരുന്നത്. സോ ഇത് NSDCയുടെ അണ്ടറിൽ MESC അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റൻഡൻസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ CCTV സർവൈലൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് റൂംസാണ്. ഇത് വെറുതെ വെച്ചിട്ടുള്ളതല്ല. കാരണം അതിൻ്റെ മോണിറ്റർ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ മാതിരി ലോഞ്ചിറ്റ്യൂഡും മോൾട്ടിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ട് അവർ നമ്മുടെ 1 മാസത്തെ ഡോക്യുമെൻ്റ് ലൈക്ക് ഈ വീഡിയോ ഫുട്ടേജ് നമ്മളോട് ഹോൾഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അസസ്മെൻറ്റ് ഏജൻസി ഉണ്ട് ഇതിന്. ഇപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാത്തത്. എല്ലാവർക്കും വേണ്ടത് എന്താ, ഒരു സർട്ടിഫിക്കറ്റ് മതി. സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നോക്കുന്നില്ല. എന്താ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ട്, എന്തിലാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, നിങ്ങളിപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ആ ഒരു മോഡിലാണ് ആളുകൾ അതിനെ കാണാം. പക്ഷെ അത് വിട്ട് സീരിയസ് ആയിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിഗ്രി ഗ്രാജുവേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, പാസ്സായിട്ടുള്ള ആളുകൾ, അതുമല്ലെങ്കിൽ +2 ബേസിക് യോഗ്യതയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, കംപ്ലീഷനല്ല പാസ്സായിട്ടുള്ള വിത്ത്
4 വർഷം സിമിലർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്, ഹോസ്പിറ്റാലിറ്റി ഇവൻറ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ 4 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി +2 കഴിഞ്ഞിട്ടുള്ള ആളുകൾ നമുക്ക് ഇവിടെ ഇൻടേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കോഴ്സാണ്, ജസ്റ്റ് ഒരു ഡിപ്ലോമ കോഴ്സല്ല. ശരിക്കും ഇതൊരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് അവർ ഈ ഒരു 12 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ നല്ല രീതിയിൽ ഒരു ഓൺടർപ്രണർ തോട്ട്സ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം സംവിധാനം തുടങ്ങാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം. അതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്കൂൾ മോഡലിൽ നമുക്ക് അവരെ തന്നെ ഒരുക്കി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി അതല്ല ജോലിയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ് ഈ പറഞ്ഞ പണി അറിയുന്ന ആളുകളെ. എല്ലാ ഇൻഡസ്ട്രിയിലുമുള്ള ഒരു കൺസേൺ ആണ് ശരിക്കും AI-യുടെ ഒരു ഇൻവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു AI എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്തൊരു ജോബ് പ്രൊഫൈലാണ് ഒരു ഇവൻറ്റ് മാനേജറുടെ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവരും സംസാരിക്കുന്നൊരു വിഷയമാണ് ഈ AI എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ AI-യുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ ഫോട്ടോഗ്രാഫറാണ് ഞാൻ. ഐ എം പാർട്ട് ഓഫ് എ കോർപ്പറേറ്റ് കമ്പനി. പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലയിൽ ഈ ഒരു AI-യുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇനി നിയർ ഫ്യൂച്ചർ കുറേ അധികം ആളുകളുടെ ജോലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി എല്ലാവർക്കും ആക്സസബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഇവൻറ്റ് മാനേജറെ സംബന്ധിച്ച് അവിടെ അപ്പോഴും പ്രസക്തിയുണ്ട്. കാരണം ഒരു AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു റോളാണ് ഇവൻറ്റ് മാനേജറുടെ. അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ ജോബ് പ്രൊഫൈൽസിലും നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു IT സെക്ടറിലാണെങ്കിലും വേറെ പല മേഖലകളിലും AI-യുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ഉള്ളത് ഇത് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഇത് പഠിച്ചിറങ്ങുമ്പോഴേക്കും ജോലി ഉണ്ടാവുമോ അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ തന്നെ അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു പല രീതിയിലുള്ള കൺസേൺ കുട്ടികൾക്കുണ്ട്, അതുപോലെ തന്നെ പേരൻസിനും ഉണ്ട്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ അത്ര പെട്ടെന്നൊന്നും AI വരും. പക്ഷേ ഈ ജോബ് പ്രൊഫൈലിനെ ഒന്നാകെ എടുത്തു കളയാനുള്ളൊരു സ്കോപ്പ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് ഈസ് യുവർ ഇൻപുട്ട് ഓൺ ദാറ്റ്? അല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ഈ AI-യുടെ കടന്നുകയറ്റം എൻ്റെ ജോലി കളയോ അല്ലെങ്കിൽ എന്തൊക്കെ മേഖലകൾ അതൊക്കെ ഏതൊക്കെ രീതിയിൽ അതിനെ ബാധിക്കും. IT സെക്ടറിലൊക്കെ ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി, ഭയങ്കരമായിട്ട് പാനിക്കാണ് സത്യത്തിൽ. അപ്പോൾ അതിന് അടിസ്ഥാനമുണ്ടോ ചോദിച്ചാൽ അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ ഇവൻറ്റ് ഇൻഡസ്ട്രിയിൽ തന്നെ ഞങ്ങളുടെ എന്താ പറയുക ഒരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോ വീഡിയോഗ്രാഫി നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ വീഡിയോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ഇതാണ് AI ഫോട്ടോ ഷെയറിങ്. ഞങ്ങളെല്ലാ ഇവൻറ്റ് കഴിഞ്ഞാലും ആളുകൾക്ക് QR കോഡ് കൊടുക്കും. QR കോഡ് കൊടുത്തിട്ട് മുഖം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൊബൈലിലേക്ക് അവരുടെ ഫോട്ടോ കിട്ടുന്ന സംവിധാനം. സോ ഇതേപോലെ പല കാര്യങ്ങളിലും റോബോട്ടിക്സിൻ്റെ ഭാഗത്തുനിന്ന് സർവീസ് സപ്പോർട്ട് കിട്ടുന്ന സംവിധാനം ഇതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ധൈര്യമായിട്ട് പറയാം, ഇവൻറ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ജോലി ഒരിക്കലും അടുത്ത കാലത്തൊന്നും AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രോഗ്രാംഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം അല്ലാത്തതുകൊണ്ട്. കാരണം സിറ്റുവേഷൻസ് വിൽ ചേഞ്ച്, അല്ലേ? പ്ലേസ് ടു പ്ലേസ് ഇവൻറ്റിൻ്റെ സ്വഭാവം മാറും. അവിടുത്തെ എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടിജൻസി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ പ്രോഗ്രാംഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, അല്ലേ, സത്യത്തിൽ ഈ AI-യുടെ ഇൻഡിഫറൻസ് എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേയധികം ടൂളുകൾ ആഡ് ഓൺ ചെയ്യപ്പെടുന്നു. അല്ല, ഇൻഡസ്ട്രിക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടൂളുകൾ വരും. അത് പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു ഇവൻറ്റ് മാനേജറുടെ ജോലി കളയുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവൻറ്റ് മാനേജറുടെ ജോലി ഒരിക്കലും കളയില്ല. പക്ഷേ നമുക്ക് ഈസിനെസ് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് കൊണ്ട് നമുക്ക് കിട്ടാം. അത് നല്ലതാണ്, അത് സംഭവിക്കട്ടെ.